ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ പരിചയപ്പെടാം. 1889 നവംബർ 14 അലഹബാദ് അഥവാ പ്രയാഗ്രാജിലാണ് നെഹ്റു ജനിച്ചത്. മാതാപിതാക്കൾ മോത്തിലാൽ നെഹ്റുവും സ്വരൂപ റാണിയും. കുടുംബ വീടിൻ്റെ പേര് ആനന്ദഭവനം. ലണ്ടനിലെ ഇന്നർ ടെമ്പിളിലാണ് നെഹ്റു നിയമപഠനം നടത്തിയത്. ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്നാണ് നിയമം കരസ്ഥമാക്കിയത്. ഇംഗ്ലണ്ടിൽ നിന്ന് നിയമപരീക്ഷ പാസായി ബാരിസ്റ്ററായി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം 1912 അലഹബാദ് ഹൈക്കോടതിയിലാണ് നെഹ്റു അഭിഭാഷകനായി എൻറോൾ ചെയ്തത്. 1916 ഫെബ്രുവരി 16 കമല കൗളിനെ വിവാഹം കഴിച്ചു. ഡൽഹിയിൽ വച്ചായിരുന്നു വിവാഹം. 1923 അലഹബാദ് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായി. നഭ നാട്ടുരാജ്യത്തിലാണ് 1923 നെഹ്റു തടവിലാക്കപ്പെട്ടത്. 1927 ബ്രസൽസിൽ നടന്ന മർദ്ദിത ജനതകളുടെ ലോക സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധിയായി പങ്കെടുത്തു. സ്വിറ്റ്സർലൻഡിൽ വെച്ചാണ് നെഹ്റുവിന്റെ ഭാര്യ കമല നെഹ്റു അന്തരിച്ചത്. നെഹ്റു ഒരു ദേശാഭിമാനിയാണ്. ജിന്ന ഒരു രാഷ്ട്രീയക്കാരനും എന്ന് പറഞ്ഞത് മുഹമ്മദ് ഇക്ബാലാണ്. നാഗന്മാരുടെ റാണി എന്ന് ഗേഡിലീവിനെ വിശേഷിപ്പിച്ചത് നെഹ്റുവാണ്. ശക്തിയേറിയ ബ്രേക്കുള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെക്കുറിച്ച് പറഞ്ഞത് നെഹ്റുവാണ്. അടിമത്തത്തിന്റെ ഉടമ്പടി എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഭരണപരിഷ്കാരമാണിത്. സേവാദൾ രൂപവൽക്കരിച്ച് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് നെഹ്റുവാണ്. അലസത വെടിയാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ആരാം പരാഹെ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് അദ്ദേഹമാണ്. ഇടക്കാല മന്ത്രിസഭയുടെ ഉപാധ്യക്ഷനായി ചുമതലയേറ്റത് 1946 സെപ്റ്റംബർ 2 1947, 1952, 1957, 1962 വർഷങ്ങളിൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. നിരപരാധികൾ കൊല്ലപ്പെടുന്നതിനേക്കാൾ നല്ലത് ഇന്ത്യയെ വിഭജിക്കുകയാണ് എന്ന് ഇന്ത്യ വിഭജന വേളയിൽ അഭിപ്രായപ്പെട്ടത് നെഹ്റുവാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തത് നെഹ്റുവാണ്. മാർപ്പാപ്പയെ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നെഹ്റു. 1955 സന്ദർശനം. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയത് നെഹ്റുവാണ്. അവിശ്വാസ പ്രമേയം നേരിട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നെഹ്റു. ലോക്സഭയിൽ ആചാര്യ കൃപലാനിയാണ് അവിശ്വാസം അവതരിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് നെഹ്റുവാണ്. 1947 മുതൽ 1964 വരെയുള്ള 17 വർഷക്കാലം അദ്ദേഹം ഇന്ത്യയെ നയിച്ചു. 3 പൊതു തെരഞ്ഞെടുപ്പുകളിൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടി. 1952, 1957, 1962. ഷേഖ് അബ്ദുള്ളയെ 1945 ഓഗസ്റ്റ് 4 നടന്ന നാഷണൽ കോൺഫറൻസിന്റെ സമ്മേളനത്തിൽ കശ്മീർ സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. 1952 ജൂലൈ 24 ഷേഖ് അബ്ദുള്ളയുമായി ന്യൂഡൽഹിയിൽ വച്ച് കശ്മീർ സംബന്ധമായ കരാറിൽ ഒപ്പുവെച്ചത് നെഹ്റുവാണ്. ആധുനിക ഭാരതത്തിന്റെ ശില്പി, ചാച്ചാജി എന്നീ അപരനാമങ്ങളിൽ അദ്ദേഹം അറിയപ്പെടുന്നു. ചേരിചേരായ്മ ലോകകാര്യങ്ങളിൽ നിന്നുള്ള മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളും സജീവമായി ഇടപെടൽ ആണ് എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ്. 1-ാം പിന്നാക്ക വിഭാഗ കമ്മീഷനെ നിയമിച്ചത് നെഹ്റുവിന്റെ കാലത്താണ്. ഇന്ത്യയിലെ ലൈഫ് ഇൻഷുറൻസ് രംഗം തേജസ്വൽക്കരിച്ച സമയത്തെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ദലൈലാമയ്ക്ക് രാഷ്ട്രീയാഭയം നൽകിയ നെഹ്റുവിന്റെ നടപടിയാണ് ഇന്ത്യ ചൈന ബന്ധം മോശമാകാനും 1962 യുദ്ധത്തിലേക്ക് നയിക്കുന്നതിനും ഇടയാക്കിയത്. നാണയത്തിൽ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് വിൻസ്റ്റൺ ചർച്ചിൽ വിശേഷിപ്പിച്ചത് നെഹ്റുവിനെ കുറിച്ചാണ്. പ്രധാനമന്ത്രിയായിരിക്കെ നെഹ്റു പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം ഉത്തർപ്രദേശിലെ ഫൂൽപൂരാണ്. തന്റെ ആത്മകഥ നെഹ്റു സമർപ്പിച്ചിരിക്കുന്നത് കമല നെഹ്റുവിനാണ്. ഇന്ത്യയെ വിശേഷിപ്പിക്കാൻ നാനാത്വത്തിൽ ഏകത്വം എന്ന സംജ്ഞ ആദ്യമായി ഉപയോഗിച്ചത് നെഹ്റുവാണ്. തന്റെ ഭരണകാലത്തുടനീളം നെഹ്റു കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് വിദേശകാര്യ വകുപ്പാണ്. സിന്ധു നദീജല കരാറിൽ പാകിസ്ഥാനുമായി ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. ഈജിപ്തിലെ ഗമാൽ അബ്ദുൽ നാസർ, യൂഗോസ്ലാവിയയിലെ മാർഷൽ ടിറ്റോ എന്നിവർക്കൊപ്പം ചേരിചേര പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ജവഹർലാൽ നെഹ്റുവാണ്. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്നത് നെഹ്റുവിന്റെ കൃതിയാണ്.
പ്രധാനമന്ത്രി പദവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷ പദവും ഒരുമിച്ച് വഹിച്ച ആദ്യ വ്യക്തി ജവഹർലാൽ നെഹ്റുവാണ്. കൗഡല്യനെ ഇന്ത്യൻ മാക്കിയവല്ലി എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റുവാണ്. ഒന്നാം ലോക്സഭയുടെ സഭാ നേതാവ് അദ്ദേഹമായിരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രഥമ അധ്യക്ഷനും പാകിസ്ഥാൻ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും അദ്ദേഹമാണ്. നെഹ്റുവിന്റെ ഭരണകാലത്താണ് ഇന്ത്യൻ കറൻസിക്ക് ആദ്യമായി മൂല്യശോഷണം സംഭവിച്ചത്. മരണപത്രത്തിൽ ഇപ്രകാരം എഴുതിയത് നെഹ്റുവാണ്: എന്റെ ചിതാഭസ്മത്തിൽ നിന്ന് ഒരു പിടി ഗംഗാനദിയിൽ ഒഴുക്കണം. വലിയൊരു ഭാഗം വിമാനം വഴി ഇന്ത്യയിലെ കൃഷിക്കാർ അധ്വാനിക്കുന്ന വയലുകളിൽ വിതരണം. അത് ഇന്ത്യയുടെ മണ്ണും പൊടിയുമായി ഒത്തുചേരണം. ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് 1964 മെയ് 27-നാണ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ഡൽഹിയിൽ യമുന നദിയുടെ തീരത്താണ് നെഹ്റുവിന്റെ മരണാനന്തര കർമ്മങ്ങൾ നടത്തിയത്. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശാന്തിവൻ. നെഹ്റുവിന് ശേഷം ആക്ടിംഗ് പ്രധാനമന്ത്രി പദം വഹിച്ചത് ഗുൽസർലാൽ നന്ദയാണ്. ജവഹർലാൽ നെഹ്റു സർവകലാശാല സ്ഥാപിതമായത് 1969-ലാണ്. ആദ്യത്തെ വൈസ് ചാൻസലർ ജി പാർത്ഥസാരഥി. ജെ.എൻ.യുവിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നെഹ്റു ദ ഇൻവെൻഷൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ശശി തരൂരാണ്.